എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന വെറൈറ്റി ചാലഞ്ചാണ്. ചാലഞ്ചിന്റെ പേര് ഫിറ്റ്നസ് ചാലഞ്ച്. അതാണ് സാധനം. മതിരി ഐറ്റം. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യില് 4 പേപ്പർ പീസ് ഉണ്ട്. കുറെ കാണാനായിട്ട് പറ്റും. 4 പേപ്പർ പീസാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ കാര്യം പറയട്ടെ. അതായത് ഗെയിം കളിക്കാൻ കളിക്കാൻ പറ്റേ. വേറെ കാര്യം പറയണ്ടോ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യാനും മറക്കരുതോ. അപ്പൊ പിന്നെ ഗെയിം എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഗെയിമിന്റെ നല്ല വാരം. അപ്പൊ നീ കളി പറയട്ടെ. അപ്പൊ നീ ഒറ്റയ്ക്ക് ആദ്യം കളിക്കാൻ വരുന്നേ. ഇതിൽ നിന്നൊരു പേപ്പർ പീസ് ആണ് സെറ്റ് ചെയ്യും. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിനക്ക് ഒരു 5 പുഷപ്പ് ചെയ്യണമെന്നായിരിക്കും കിട്ടിണ്ടാവും. അപ്പൊ 5 പുഷപ്പ് നീ ഇവിടെ ചെയ്യണം. 5 പുഷപ്പ് നീ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അടിയില്ല, നീ രക്ഷപ്പെട്ടു. ഓക്കെ. പക്ഷെ നീ 2 പുഷപ്പ് ചെയ്തോളൂ. ബാക്കി 3 നീ ചെയ്തിട്ട് ആ 3 നിനക്ക് അടിയായിരിക്കും കിട്ടാൻ. 5 എണ്ണത്തില് 2 ചെയ്തു, 3 ചെയ്തില്ലെങ്കിൽ 3 അടി. ഇപ്പൊ എത്ര ഇപ്പൊ നീ ഒരു 4 ചെയ്ത് നോക്കി. അപ്പൊ ഒരെണ്ണം നിനക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അടി മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടുന്ന അടി നിനക്ക് തീരുമാനിക്കാൻ അവിടെ വേണമെന്നുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെ ആയിരിക്കും 4 എണ്ണത്തിലുണ്ടാവാം. അപ്പൊ നമുക്ക് ഗെയിം ആരംഭിച്ചാലോ. പിന്നെ ഇതിൽ വേറെ മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് വരും ഗെയിം ഈ ഗെയിമിന്റെ ഉടനീളം നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഗെയിം തുടങ്ങാം. ഇപ്പൊ വേറെ ടോക്കും കാര്യങ്ങളൊന്നുമില്ല, നേരെ ആരംഭിക്കും. അപ്പൊ നമ്മള് ഗെയിം ആരംഭിക്കാം. അപ്പൊ ഫസ്റ്റ് എടുത്തോ, പേപ്പർ ചൂസ് ചെയ്യാം. 20 സെക്കൻഡ് പ്ലാങ്ക്. ഓക്കെ. അപ്പൊ പ്ലാങ്ക് ഒക്കെ റെഡി അല്ലേ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് വെക്കാൻ പോണേ 20 സെക്കൻഡ് ഇട്ടാ. അതിപ്പോ ചെയ്യാലോ. തൊട്ടക്കട്ടെ കാര്യങ്ങൾ പറയട്ടെ. 20 സെക്കൻഡ് തകർക്കട്ടെ. എനിക്ക് എണ്ണാണല്ലോ പ്ലാങ്ക്. ഓക്കെ. ശരിക്കും പ്ലാങ്കിന്റെ നമുക്ക് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 10 സെക്കൻഡ് നിന്നോളൂ. നിനക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് 5 അടി എന്നുള്ളതായിരുന്നു നമ്മുടെ പണിഷ്മെന്റ്. സിമ്പിൾ സാധനം കിട്ടിയ ഒരു 30 സെക്കൻഡ്, 1 മിനിറ്റ് കുറണ്ടായിരുന്നു. അടി കിട്ടിയാലേ ഞാൻ പറഞ്ഞല്ലേ ഞാനും കഴിഞ്ഞു. Round 2. ഞാനല്ലേ വയറിന്റെ എക്സസൈസ് 6 പാക്ക് ഭാഗ്യം നിനക്ക് ഇതൊക്കെ കിട്ടാണ്ടിരുന്നത്. അതേ ഭാഗ്യം നിനക്ക് ഇതൊക്കെ കിട്ടാണ്ടിരുന്നത്. എനിക്ക് പിന്നെ അതുള്ളാറുണ്ട്, 6 പാക്ക് ഉള്ളാറുണ്ട്. പേടിക്കല്ലേ നിനക്കൊക്കെ എന്താ ചെയ്യും. വയറൊക്കെ ഇതിന് സീനായി. അതെ അങ്ങോട്ട് കൊണ്ടണം. അത് അതെ ശരിക്കും ഇങ്ങനെ കുറിച്ച് ചെയ്യണോ. ശരിക്കും ഇങ്ങനെ കുറിച്ച് ചെയ്യണം നിയമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ നിയമം അനുസരിക്കും. അത് ഇത് കറക്റ്റ് ചെയ്യുന്ന നമുക്ക് ജസ്റ്റ് ഇത് വേണ്ടി ചെയ്യുമ്പോഴത്തോളൂ. ഇത് സംഭവം നമ്മൾ ചെയ്യുന്ന പോസ്റ്ററും കാര്യങ്ങളൊക്കെ തെറ്റട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണ്ടത്. ഓക്കെ. അപ്പൊ ഞാൻ തൽക്കാലത്ത് ഇത് ഇങ്ങനെ കുറിച്ച് ചെയ്യാൻ പോട്ടോ. എന്നാലും എനിക്ക് പൊന്തോട്ടോ എന്റെ 6 പാക്ക് എന്റെ 6 പാക്കിന് കംപ്ലൈന്റ് വന്നാലും നമുക്ക് ആവശ്യം എടുത്ത് വെക്കുന്ന ഐഡിയ ഉണ്ട്. നമ്മള് പുഷ്പം പോലെ ചെയ്ത് നമ്മൾ 10 എക്സ്ട്രാ അടിക്കണോന്നാണ് ചോദിച്ചത്. കാരണം ഇദ്ദേഹത്തിന്റെ നമ്മൾ വിറച്ചത് നീ നിന്നേണ്ട അവസ്ഥ കണ്ടാ
ആ വീഡിയോ പറയുന്നത് മുട്ടത് വളർത്ത് അടുത്ത റൗണ്ട് Round 3. അപ്പൊ ഇതൊരു ആർക്കും അടി കിട്ടുന്നില്ലല്ലോ. കഴിവ് കൂടുതലല്ലേ? പുഷപ്പിന് അടി മതി. അടിപൊളിയാണ് മോനെ. റെഡി 5 പുഷപ്പ് തകർത്തു. അപ്പൊ ചെക്കൻ പുഷപ്പ് തുടങ്ങി. അപ്പുറത്തെ പോട്ടെ അടിക്കുള്ള സമയം അതിനിപ്പോ കാണിച്ചാൽ ഒരെണ്ണം പോലും ചെയ്യാൻ ഞാൻ അടിക്കാൻ തയ്യാറാക്കണം. ചെയ്യാൻ പറ്റിയ അഞ്ചെണ്ണല്ലേ എനിക്ക് 5 ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതൊന്നും കാണിച്ചു തരും. അത് കാണിച്ചു സിക്സ് പാക്കൻസ് കഴിക്കും. ഇതെന്തത് ആ കയ്യിൽ അതേ മുട്ടാർക്ക് തോറ്റില്ല. ചക്കൻ തോറ്റു. ഇനി 2 അടി കൂടി ഉണ്ട്. അവിടെ വേണമെങ്കിൽ കാണിച്ചു 3 അടി കൊടുത്തു കഴിഞ്ഞു. അടി പിച്ചറില്ലേ ഓക്കെ. റെഡി 1 2 3 ശരി. അത് നീ കിട്ടുന്നുണ്ട്. നീ മാറ്റിക്കോ. ലാസ്റ്റ് അടി ഇതിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ വെറും പൊട്ടൻ നിനക്ക് മുദ്രകുത്തണ്ട. പറ്റും സിറ്റപ്പ് അല്ലേ. റെഡി 1 2 3 ലാസ്റ്റ് അടി ഇതിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ വെറും പൊട്ടൻ നിനക്ക് മുദ്രകുത്തണ്ട. ആളുകൾ കൊണ്ട് വിചാരിച്ച് നടത്തുന്നതാണെന്ന്. കാരണം നമ്മൾ എത്ര പൊട്ടനല്ലാന്നുള്ളത് തെളിയിക്കണല്ലോ. അവിടെ മുട്ടിയത് നിന്റെ കളി. അവിടെ നിലത്ത് മുട്ടുന്നത് നിന്റെ മുന്നേ പുഷപ്പ്. 3 അത് നിന്റെ പുഷപ്പ്. നാട്ടുകാരെ പുഷപ്പ് അങ്ങനെയല്ല. 5 സിറ്റപ്പ് ബാക്കിയുള്ള ലാസ്റ്റ് 1. ഓക്കെ 5 സിറ്റപ്പ്. ഇനി അതാണ് മെയിൻ ആയിട്ട് ചെയ്യല്ലേ. വേണ്ട എനിക്ക് ഉള്ളിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഞാൻ വിട്ടുകയാണ്. അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ മസിൽ പിടിച്ചത് എങ്ങനെ ചെയ്യണ്ടേ. ഇങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങനെ ഇരുന്നാ മതിയോ. പക്ഷെ ഇതിനകത്ത് ഒരു നാക്കൊക്കെ ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഇരിക്കണ ഒരു നാക്കുണ്ട്. കാര്യങ്ങൾ 1 2 3 4 5
ഒറ്റയ്ക്ക് അങ്ങനെ എടുക്കണം അപ്പൊ അവന് കഴിവില്ല മനസ്സിലായി. ഞാൻ എടുക്കണമെന്ന് എനിക്കത് കഴിവില്ല കഴിവില്ല ഞാൻ എടുക്കാന്ന് കഴിവില്ല എനിക്കത് അത് നീ ഒന്ന് കാണിച്ചോളൂ എന്തോ 10 കാണിക്കും. ഒന്ന് ഓക്കെ ശരി 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 ഇനി ഒരെണ്ണം 2 മൺകരുത്തുള്ള ആളെ നോക്കട്ടെ. അശ്ശി അങ്ങനത്തെ പറഞ്ഞു ഞാൻ കളിക്കല്ലേ കണ്ണോട്ടാ ഇങ്ങനെ കാണിക്കാം. ഓക്കെ അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ ഒരു 10 അടിക്കും. അല്ല നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും ലൈക്ക് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. നാം പരിപാടി ലൈക്ക് ലൈക്ക് ചെയ്യും. അപ്പൊ തീരുമാനിച്ചില്ലെങ്കിൽ വേണ്ട എന്തായാലും ചെയ്ത് പറ്റും. അതാണ് എന്തായാലും ചെയ്ത് പറ്റൂ. അടിവെക്കരുത്. അടി വേണം അടി വേണം അടി വേണം. ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ് ഇടാം.